ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 2004 പുറത്തിറങ്ങിയ ടേക്കിംഗ് ലൈഫ്സ് എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. ഇതിലെ മെയിൻ ക്യാരക്ടറൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണിങ് ആയിട്ടുള്ള ഏഞ്ചലിന ജോളിയൊക്കെയാണ്. ബട്ട് ബിഫോർ ദാറ്റ് ഇതൊരു മികച്ച ചിത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കണ്ടിരിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു ചിത്രം തന്നെയായിരുന്നു ടേക്കിംഗ് ലൈഫ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് ഇതിന്റെ ബേസിക് പ്ലോട്ട് എന്ന് നോക്കുന്ന സമയത്ത് കാനഡയിൽ തുടർച്ചയായിട്ട് ഒരുപാട് കൊലകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഒരു കൊലപാതകം നടന്നാൽ ആ ഒരു കൊലപാതകം ആരാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അന്വേഷിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കേസ് എന്താണെന്നാൽ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ മരിച്ചത് ആരാണെന്ന് പോലും പോലീസിനെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ മരിച്ചു പോകുന്ന വിക്ടിംസിന്റെ ബോഡി കിട്ടുമല്ലോ, ആ കിട്ടുന്ന സമയത്ത് അവരുടെ ഫേസ് എല്ലാം ഭയങ്കര ഡാമേജ് ആയി ഒട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിരിക്കും. സോ ഒബ്വിയസ്ലി ആരാണ് ഈ മരിച്ചതെന്ന് പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി FBI ഏജന്റ് ആയിട്ടുള്ള ഇല്യാന എന്ന് പറയുന്ന ഒരു മെയിൻ ക്യാരക്ടർ കടന്നു വരികയാണ്. പിന്നീട് ആ ഒരു കേസ് അന്വേഷിച്ചോ അതിന്റെ അവസാനം എന്താണ്, ആ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിഫറെന്റ് മോഡിലാണ് ഈ ഒരു ചിത്രം പോകുന്നത്. സോ ദിസ് ഇസ് സിനിമ സ്ട്രില്ലർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് ടേക്കിംഗ് ലൈഫ്സ്. വർഷം 1983 കാനഡ. അപ്പോൾ അവിടെ കണ്ണാടിയിട്ട് ഒരു ചെറുക്കനാവട്ടെ ടിക്കറ്റ് കൗണ്ടറിന്റെ ഫ്രണ്ട് നിന്നിട്ട് ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ചോദിക്കുന്നു, മോനെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് അവനും ഒന്ന് ആലോചിച്ചിട്ട് എന്താ പറയാ, പുള്ളിക്ക് അപ്പോൾ മനസ്സിൽ തോന്നിയ ഏതൊരു സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞു കൊടുത്ത് അങ്ങോട്ട് ഒരു ടിക്കറ്റ് കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് നേരം പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, ബാക്കിൽ നിന്ന് ഒരു പയ്യൻ എഴുന്നേറ്റ് വന്ന് ഇവൻ്റെ സീറ്റിൻ്റെ ഇപ്പുറത്ത് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പയ്യൻ വന്നിട്ടാവട്ടെ ആ ബാക്കിലെ ചങ്ങയിൽ ഒരേ കൂർക്കമാണ്, എന്തൊരു ശല്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വന്നിരിക്കുക. അവിടെ കണ്ണാടിയിട്ട് ഇറക്കാനാവട്ടെ ഇവനോടൊന്ന് സംസാരിക്കാൻ പോലും പേടിയാണ്. അവനിങ്ങനെ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറഞ്ഞ് മറ്റവനാവട്ടെ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഇതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് കുടിക്കാൻ വേണ്ടി ഒരു ഡ്രിങ്ക്സ് എല്ലാം ഈ ഒരു പയ്യൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ച് പോകുന്ന സമയത്താണ് ഇവർ പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു ബസ്സിൻ്റെ ടയർ പഞ്ചർ ആവുന്നത്. സോ നടുവിൽ സ്റ്റക്കായി ഇവരാവട്ടെ നേരെ ഒരു റിപ്പയർ ഷോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് ഒരു പാതി വിലയ്ക്ക് ഒരു കാറ് വാങ്ങിച്ച് അവർക്ക് പോകേണ്ട സ്ഥലത്തിലേക്ക് അവർ രണ്ടുപേരും കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുക. രണ്ടുപേരും നല്ല ജോളിയായിട്ട് സംസാരിച്ച് നല്ലൊരു ഫ്രണ്ട്സ് ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാം സ്മൂത്തായിട്ട് പോകുന്ന സമയത്താണ് ഇവർ ആരെ കണ്ട് ഇറങ്ങിയതാണെന്ന് അറിയത്തില്ല. സംഭവം എന്തായാലും ഇവരിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന വണ്ടിയും പഞ്ചറാവുന്നു. ശരി, ടയർ ഞാൻ മാറ്റാന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യനാവട്ടെ ആ ഒരു ടയർ എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണാടിയിട്ടവനാവട്ടെ മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്ന സമയത്ത് ദൂരത്തു നിന്നും ഒരു കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവനാവട്ടെ കാറിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ലിഫ്റ്റൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ കാർ അടുത്ത് വന്നു ചെങ്ങായി അങ്ങ് മാറി ഓങ്ങി ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുക്കുക. ആ ഒരു മറ്റേ പയ്യനെ നേരെ ആ ഒരു കാറിന്റെ ഫ്രണ്ടിലേക്ക് അങ്ങ് ഇടുന്നു. ആ പയ്യനെയും വണ്ടി ഇരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ആ ഒരു കാർ വന്ന സ്പീഡിനാവട്ടെ ഈ ഒരു ആക്സിഡന്റ് ആയപ്പോൾ വണ്ടി അങ്ങ് എയറിൽ നിന്ന് രണ്ട് കറക്കം കറങ്ങി നേരെ താഴോട്ട് വീണു. ആ ഒരു കാർ ഓടിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, പുള്ളി അവിടെ വെച്ച് തന്നെ സ്പോട്ട് ഔട്ട്. ഇത്രയും കോലാഹലം ഉണ്ടാക്കിയിട്ട് മറ്റവന്റെ ഫേസിലോട്ട് സൂം ചെയ്യുന്ന സമയത്താണ് പേടിച്ചവനെ പോലെ ഇരുന്നവന്റെ ആ ഒരു ഫേസൊക്കെ മാറി ഭയങ്കര സന്തോഷം വന്ന് ഭയങ്കര ആനന്ദിക്കുന്നവൻ. അത് കഴിഞ്ഞിട്ട് കൂളായിട്ട് പുള്ളി ആവട്ടെ മറ്റേ ഇവന്റെ കൂടെ വന്നൊരുത്തണ്ടല്ലോ അവന്റെ അടുത്തേക്ക് പോവുക. ആ പയ്യനാവട്ടെ ചോരയൊക്കെ വാർന്നിങ്ങനെ ആ റോട്ടിൽ കിടക്കുന്നു. ഇവനും ആ ഒരു പയ്യന്റെ അടുത്ത് നിന്നിട്ട് അവന്റെ പേഴ്സ് എടുത്ത് സ്വന്തം പോക്കറ്റിൽ വെക്കുകയാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കൂർത്ത കല്ലെടുത്ത് നേരെ ആ ഒരു പയ്യന്റെ ഫേസ് തന്നെ അടിച്ചങ്ങ് ഇല്ലാതാകുന്നു. അവിടെ നിന്ന് അങ്ങനെ ടൈറ്റിൽ ഇട്ടിട്ട് പടം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ വർഷം 2004 കാനഡയിലുള്ള മോൺട്രിയൽ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്താ പറയാ JCB ഒക്കെ വെച്ചിട്ട് മാതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അഴുകി ജീർണിച്ച ഒരു ഡെഡ് ബോഡി അവർക്ക് കിട്ടുന്നത്. ഇത് കണ്ടതും അവിടെയുള്ള എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ടിൽ ഒരു ഷിപ്പ് കാണിക്കുന്നു. അതിൽ നിന്നും ഒരുപാട് പേര് വെളിയിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അതിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഒരു വയസ്സായ സ്ത്രീ മാത്രം ഭയങ്കര പേടിയോടെ തന്നെ വെളിയിലോട്ട് ഇങ്ങനെ ഓടി വരികയാണ്. വല്ലാതെ അങ്ങ് പേടിച്ചു പോകുന്ന ഈ ഒരു സ്ത്രീ ആവട്ടെ നേരെ പോലീസിന്റെ അടുത്ത് വന്ന് ഹെൽപ്പ് ചോദിക്കുന്നു. ആ ഒരു പോലീസ് ഓഫീസറും എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്താണ് ഈ ഒരു സ്ത്രീ പറയുന്നത്, 19 വർഷത്തിന് മുമ്പ് മരിച്ചുപോയ എന്റെ മകനെ ഞാൻ ആ ഒരു ഷിപ്പിൽ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സ്ത്രീ പറയുന്നു. അവൻ സാധാരണ ഒരുത്തനല്ല, അവൻ ഭയങ്കരധികം ഡേഞ്ചർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീ പറയുന്നുണ്ട്. പോലീസുകാരും ഇവർ പറയുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചില്ലെങ്കിൽ പോലും എന്തായാലും ഒരു കംപ്ലൈന്റ് എല്ലാം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു JCB കൊണ്ടൊരു ഡെഡ് ബോഡി കിട്ടിയില്ലേ, അതിനെ തുടർന്ന് ആ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി FBI ഏജന്റ് ആയിട്ടുള്ള ഇലിയാന എന്ന് പറയുന്നത് നമ്മുടെ ആള് കടന്നവരാണ്. പുള്ളിക്കാരത്തി എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബോഡി എടുത്തല്ലോ, ആ ഒരു ബോഡി എടുത്ത് ആ ഒരു കുഴിയിലാണ് കിടക്കുന്നത്. ബാക്കി ഓഫീസേഴ്സും വന്നിട്ട് ടോർച്ചൊക്കെ അടിച്ചിട്ട് എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ ഇലിയാന പറയുന്നത് ഇതെന്തായാലും ഒരു സാധാരണ മരണമല്ല, ഒരു കൊലപാതകം തന്നെയാണ് എന്ന് പറയുന്നു. എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും എന്ന് ചോദിക്കുന്ന സമയത്താണ് ഈ ഒരു ബോഡി ഇടാൻ വേണ്ടി അവർ കുഴിച്ച കുഴി 5 അടിയും 11 അകലവും ഉണ്ട്. മരിച്ച വിക്ടിമിന്റെ ബോഡി എന്ന് പറയുന്നത് 5 അടിയും 10 അകലവുമാണ്. സോ ഒബ്വിയസ്ലി അദ്ദേഹത്തിനെ കൊന്നതിന് ശേഷം ഇവിടെ കുഴിച്ചിടുകയും ഇതൊരു പ്രീ പ്ലാൻ മേർഡർ ആണ് എന്ന രീതിയിൽ നമ്മുടെ ഇലിയാന പറയുന്നു. ഇതിന് ഇലിയാന ആ ഒരു ലാബിൽ ചെന്നിട്ട് ആ ഒരു ബോഡി എല്ലാം ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ബോഡിയുടെ ഒരു കൈ വെട്ടിയിട്ടും കഴുത്തിൽ എന്തോ ഒരു കമ്പി പോലൊരു സാധനമൊക്കെ വെച്ചിട്ട് അമർത്തിയിട്ട് മുഖം എല്ലാം വല്ലാണ്ട് ഡാമേജ് ചെയ്ത് ഒരു അവസ്ഥയിലാണ് ആ ഒരു ബോഡി ഉള്ളത്. നമ്മുടെ ഇല്ലാനയുടെ കേസ് അന്വേഷണം ഇല്ല, അത് വല്ലാണ്ട് ഡിഫറൻ്റ് ആണ്. എത്ര മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ കണ്ടില്ലേ ആ ഒരു ശവക്കുഴിയിൽ പുള്ളിക്കാരി തന്നെ ഇറങ്ങി കിടക്കും. ഇതിന് മരിച്ച വിക്ടിംസിന്റെ ഫോട്ടോസ് എല്ലാം ആ ഒരു വികൃതമായ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ, സ്പോട്ട് ഫോട്ടോസ്, അതൊക്കെ പുള്ളിക്കാരത്തി കിടക്കുന്ന സമയത്ത് കാണണമെന്ന് പറഞ്ഞിട്ട് ചുമരിൽ ഒട്ടിച്ച് വെക്കുക. അതായത് ഉറങ്ങുന്ന സമയത്ത് പോലും അതിനെപ്പറ്റി ആലോചിച്ച് വല്ല ലീഡ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇതിന് വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുന്ന
സമയത്ത് പുള്ളിക്കാരത് ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ അപ്പുറത്തൊരു ചെയർ ഇട്ടിട്ട് അവിടെ ഈ ഒരു വിക്ടിംസിൻ്റെ വികൃതമായ ഫോട്ടോ എല്ലാം വെച്ച് അതിങ്ങനെ നോക്കി ഇങ്ങനെ കഴിച്ച് എന്താ പറയുക, ഒരു ടൈപ്പായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ നായികയുടെ. സോ എനിവേ അങ്ങനെ ഈ ഒരു ഇതെല്ലാം കണ്ടുപിടിച്ച ശേഷം പിറ്റേ ദിവസം ആവുന്ന സമയത്ത് ഇതേപോലെ തന്നെ വേറൊരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലാനയ്ക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അതും ഇതേപോലെ തന്നെ കഴുത്തങ്ങനെ ഞെരിക്കപ്പെട്ട് മുഖമെല്ലാം ഇല്ലാതാക്കിയ നിലയിലാണ് കിടക്കുന്നത്. ബട്ട് കഴിഞ്ഞ കേസ് പോലെ ഇതിൽ ആ ഒരു കൈ വെട്ടിയിട്ടില്ല എന്നും എടുത്തു പറയുന്നുണ്ട്. അതെന്താ അങ്ങനെയും ചോദിക്കുന്ന സമയത്താണ് അപ്പോൾ അവിടെ ഒരു ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നു. സോ ഇവനെ കണ്ടതും ആ ഒരു കൊലയാളി പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി എന്ന രീതിയിൽ ഇവർ പറയുന്നുണ്ട്. ദെൻ ആ ഒരു കൊലപാതകം കണ്ട ആ ഒരു വിറ്റ്നസിനെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇല്ലാനും ചെല്ലുന്നുണ്ട്. സോ ഇദ്ദേഹമാണ് ആ ഒരു ഐ വിറ്റ്നസ്. ഇദ്ദേഹത്തിന്റെ പേര് കോസ്റ്റ എന്നാണ്. അദ്ദേഹം പ്രൊഫഷണലി ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കൊലയാളിയെ വരയ്ക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എല്ലാം വരച്ച് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ കോസ്റ്റ വരച്ച ഒരു ഫോട്ടോ വെച്ചിട്ട് നോക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ ഇന്നപോലെ ഈ ഒരു വ്യക്തി താമസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അതിനെ തുടർന്ന് പോലീസുകാരും അവിടെ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ഹോട്ടൽ മുറിയിൽ തുണ്ടപ്പെട്ട ഒരു വിരലും ഇതിനു പുറമെ മുഖമെല്ലാം വികൃതമായിട്ടുള്ള ഒരു ഡെഡ് ബോഡി അവിടെ ഉണ്ടായിരുന്നു. ചങ്ങലയെല്ലാം ഇട്ട് കെട്ടി വെച്ചിരിക്കുക. എന്തായാലും ബോഡിയുടെ ഫേസ് കാണത്തില്ലാത്തതുകൊണ്ട് തന്നെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ ഇപ്പോൾ അവശേഷിക്കുന്ന ആ ഒരു വിരൽ വെച്ചിട്ട് ആ ഒരു മോതിരം ആരുടെയാണ്, അത് ആരെ വാങ്ങിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മരിച്ചുപോയ ഒരു വിക്ടിം ആരാണ് എന്ന രീതിയിലെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് കാർഡ് 2 ദിവസം മുമ്പ് വരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു. ഇതറിയുന്ന സമയത്ത് നമ്മുടെ ഇല്ലാനെ ആവട്ടെ ഈ ഒരു ഇൻഫർമേഷൻ ഒരിക്കലും പ്രസ്സിന് പോകാൻ പാടില്ല. കാരണം ഇങ്ങനെയുള്ള സൈക്കോസിനെല്ലാം തന്നെ പ്രസ് അല്ലെങ്കിൽ ആ ഒരു എല്ലാവരും ഇവനെപ്പറ്റി സംസാരിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ് ഒരു എനർജി ആയിട്ട് മാറി പിന്നെയും അടുത്ത ആളുകളെ കൊല്ലാൻ വേണ്ടി അവരെ പ്രൊവോക്ക് ചെയ്യുന്നത്. സോ അവരെ പറ്റി ആരും തന്നെ അധികം സംസാരിച്ചില്ലെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് ഗുണമേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാന പറയുന്നു. ദെൻ അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ ആ ഒരു ഇല്ലാന ആവട്ടെ ഒരു കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് കേസെല്ലാം നോക്കുന്ന സമയത്ത് അവിടെ യാദൃശികമായിട്ട് നമ്മുടെ കോസ്റ്റ് കടന്നവരാണ്. അതിനെ തുടർന്ന് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ആ ഒരു ഇല്ലാന ആവട്ടെ അവളുടെ നമ്പർ കൊടുത്തിട്ട് എന്തെങ്കിലും ആവശ്യം വരിക എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിലും നീ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് പോലീസുകാർക്ക് ഇന്നപോലെ ആ ഒരു ഹോട്ടലിൽ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് 20-ലധികം പ്രാവശ്യം ഒരേ നമ്പറിലേക്ക് വിളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന രീതിയിൽ ഇൻഫർമേഷൻ കിട്ടുന്നു. അങ്ങനെ 20-ലധികം പ്രാവശ്യം ആരെയാണ് വിളിച്ചത് എന്ന് അന്വേഷിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്താ പറയുക ഒരു വയസ്സായിട്ടുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് ആയിട്ട് ഒരു സ്ത്രീയെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരത്തിയിലേക്കാണ്. അതിനെ തുടർന്ന് ആ ഒരു മുത്തശ്ശിയുടെ കയ്യിലും ചോദിച്ചു കഴിഞ്ഞാൽ വല്ല ഇൻഫർമേഷൻ കിട്ടുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഇലിയാന ആ ഒരു സ്ത്രീയെ കാണാൻ വേണ്ടി പോവാണ്. ദെൻ ഇലിയാനയും ആ ഒരു ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഇതാണോ നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആ ഒരു മുത്തശ്ശിയും മേ ബി ആയിരിക്കാം, അറിയില്ല എനിക്ക് കറക്റ്റായിട്ട്, ഞാൻ പണ്ട് കണ്ടതാ. പിന്നെ ഈയിടെ റീസെന്റ് ആയിട്ട് അവനെ കപ്പലിൽ കണ്ട സമയത്തും ഏകദേശം ഇതേപോലെ തന്നെ ആയിരുന്നു. സോ ഇലിയാൻ എന്ന തുടർന്ന് ആ ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന സമയത്താണ് അവരുടെ മകന്റെ പേര് മാർട്ടിൻ എന്നായിരുന്നു എന്നും അവന് റീസ് എന്ന് പറയുന്ന ഒരു അനിയൻ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവർ രണ്ടുപേരും ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനിയൻ എന്തോ വെള്ളത്തിൽ വീണ് മരിക്കുകയും അതിനുശേഷം മാർട്ടിന്റെ സ്വഭാവം എല്ലാം വല്ലാണ്ടങ്ങ് മാറി അവൻ ഭയങ്കര വയലന്റ് ആവാൻ തുടങ്ങി. 10-16 വയസ്സാകുന്ന സമയത്ത് അവന്റെ സ്വർണ്ണവും ക്യാഷെല്ലാം മോഷ്ടിച്ചുകൊണ്ട് ഈ നാട് തന്നെ വിട്ടുപോയി. ഇതിന് കുറച്ച് നാൾ കഴിഞ്ഞതും പോലീസുകാർ ഇന്ന പോലെ ഒരു ആക്സിഡന്റ് ആയെന്നും മകൻ മരിച്ചുവെന്നും എന്നോട് പറയണ്ടായിരുന്നു. ഞാനും ആ ഒരു അങ്ങോട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് അവന്റെ ബോഡി എല്ലാം വല്ലാണ്ട് ഡാമേജ് ആയി, ഫേസ് എല്ലാം ഭയങ്കര വികൃതമായിട്ടുണ്ടായിരുന്നു. അത് അവനാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിച്ചില്ല. ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇലിയാന ആവട്ടെ ആ ഒരു വീട്ടിൽ തന്നെ ഒരു സീക്രട്ട് ബേസ്മെന്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം തിരിച്ചറിയുന്നത്. ബട്ട് ആ ഒരു സ്ത്രീയോട് ഇതിനെപ്പറ്റി ഒന്നും കൂടുതൽ ചോദിക്കാതെ അവിടെ നമ്മൾ നൈസായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ പള്ളിയിൽ ചെന്നിട്ട് നമ്മുടെ മാർട്ടിനെ കുഴിച്ചിട്ട് ആ ഒരു ശവക്കല്ലർ ഉണ്ടല്ലോ അത് തുറന്ന് അവന്റെ ബോഡി വെളിയിലോട്ട് എടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു DK ആയിട്ടുള്ള ഒരു ബോഡി നേരെ ലാബിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുന്നുണ്ട്. ആക്സിഡന്റിൽ മരിച്ചുകൊണ്ട് തന്നെ ആ ഒരു അസ്ഥികൂടം തന്നെ വല്ലാണ്ട് ഡാമേജ് ആയിട്ടാണ്, എല്ലൊക്കെ ഭയങ്കര പൊടിഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ഡോക്ടറും എല്ലാം തന്നെ എക്സാമിൻ ചെയ്ത ശേഷം നമ്മുടെ ഇലിയാനോട് പറയുകയാണ് മാർട്ടിന്റെ അമ്മ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവൻ ഒരു ദിവസം മോളിൽ നിന്ന് വീണ സമയത്ത് അവന്റെ വലത് കാലിന്റെ മുട്ടെല്ലാം പൊട്ടി എല്ലെല്ലാം ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു ആക്സിഡന്റിൽ ഇടത് കാലിന്റെ ഒരുപാട് എല്ലുകളെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും വലത് കാൽ മുട്ടിന്റെ അവിടെയായിട്ട് ഒരു തരത്തിലുള്ള എല്ലും പൊട്ടിയിട്ടില്ല എന്നാണ് ആ ഒരു ഡോക്ടർ പറയുന്നത്. സോ ഇതിലൂടെ തന്നെ ആ ഒരു ഡെഡ് ബോഡി മാർട്ടിന്റെ അല്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മുടെ ഇലിയാന തിരിച്ചറിയുന്നത്. ദെൻ ഇലിയാന നേരെ ആ ഒരു മുത്തശ്ശി നേരെ ഒരു ഹോട്ടലിൽ കൊണ്ട് സേഫ് ആയിട്ട് താമസിച്ച ശേഷം അവൾ ആ ഒരു വീട്ടിലുള്ള ബേസ്മെന്റിലേക്ക് വന്ന് നോക്കുകയാണ്. അവളും അവിടെയെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരാൾ അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവളും എന്തൊക്കെയോ ചെയ്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അത് ആരാണെന്ന് നോക്കുന്ന സമയത്ത് അപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു. പിന്നീടാണ് ഈ ഒരു കേസിൽ ഒരു വലിയ കാര്യം നമ്മുടെ ഇലിയാന തിരിച്ചറിയുന്നത് എന്താണെന്നാൽ മാർട്ടിൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇങ്ങനെ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ട് വരികയാണ്. വീട്ടിൽ നിന്ന് സ്വർണ്ണം മോഷ്ടിച്ചുകൊണ്ട് വന്ന നമ്മുടെ ആ ഒരു മാർട്ടിൻ ആവട്ടെ അവനെ ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി അവന്റെ മരണം അവൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് അവൻ ചെയ്ത ആദ്യത്തെ കൊലപാതകം. ആ മരിച്ചുപോയ പയ്യന്റെ ഐഡന്റിറ്റി വെച്ചിട്ട് ഇവൻ തുടർന്ന് ആ ഒരു പയ്യനായിട്ട് ജീവിക്കാൻ വേണ്ടി തുടരുകയാണ്. അവൻ അവിടെ കൊണ്ട് നിർത്തിയില്ല, തുടർന്നും അവൻ കൊലപാതകങ്ങൾ ചെയ്തു. 86-ലും 87-ലും 1983-ും 93-ും 95 എന്നൊക്കെ പറഞ്ഞിട്ട് തുടർച്ചയായിട്ട് അവൻ കൊലപാതകങ്ങൾ ചെയ്ത് ആ ഒരു കൊല്ലുന്ന വ്യക്തികളുടെ ഐഡന്റിറ്റി എടുത്ത് അവൻ ജീവിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരുടെ ഐഡന്റിറ്റി എടുത്ത് ജീവിക്കാന്നൊക്കെ പറയുന്നത് ഇച്ചിരി അബ്സേർഡ്നെസ് ആണ്, എന്നാലും ഓക്കെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആവട്ടെ നമ്മുടെ കോസ്റ്റയുടെ ആർട്ട് ഗാലറിയിൽ ആരോ അതിക്രമിച്ച് കിടന്നിട്ട് എന്തോ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലെല്ലാം അവൻ വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. സോ അക്കാര്യം അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ ഇലിയാന അവിടെ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്താണ് അവിടുത്തെ കലണ്ടറിൽ അവൾ ഒരു കാര്യം നോട്ട് ചെയ്യുന്നുണ്ട്. നാളെ ക്ലാർക്ക് വില്യം എഡ്വേർഡ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമ്മുടെ ആ ഒരു കോസ്റ്റയോട് ചോദിക്കുന്ന സമയത്താണ് അവൻ പറയുന്നത് അതിന്റെ പുതിയ ക്ലയന്റ് ആണ്, എന്റെ കുറച്ച് പെയിന്റിങ്സ് വാങ്ങാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ അതുകൊണ്ടാണ് മീറ്റ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കോസ്റ്റോ പറയുന്നു. സോ അതിന്
അതിനുശേഷമാണ് നമ്മുടെ പോലീസുകാർ എല്ലാ കാര്യങ്ങളും നമ്മുടെ കോസ്റ്റയോട് വിശദീകരിക്കുന്നത്. എന്താണെന്നാൽ ക്ലാർക്ക് വില്യം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ആ ഒരു സൈക്കോ കില്ലർ ആണെന്നും അവൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഐഡന്റിറ്റി ഇതാണെന്ന രീതിയിലും അവനെ പിടിക്കാൻ നീ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കോസ്റ്റയോട് പോലീസുകാർ വന്ന് പറയുന്നുണ്ട്. സോ അതിനെ തുടർന്ന് നമ്മുടെ കോസ്റ്റയും അവന്റെ ജീവനും ഇൻവോൾവ് ആയതല്ലേ, സോ എന്തായാലും ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കുന്നു. അതിനുശേഷം നമ്മുടെ കോസ്റ്റയുടെ ദേഹത്ത് ഒരു മൈക്കെല്ലാം ഫിറ്റ് ചെയ്ത ശേഷം ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യാന്നൊക്കെ തീരുമാനിച്ച് ആ ഒരു പബ്ബിലോട്ട് പോകുന്നു. കോസ്റ്റയും അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ആരും തന്നെ വരുന്നില്ല. ഇവനും അവിടെ തന്നെ കുറച്ചേരം ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അവന്റെ ഫ്രണ്ടിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, മീറ്റ് മീ ഇൻ ദ റെസ്റ്റ് റൂം എന്ന രീതിയിൽ. സോ അതിനെ തുടർന്ന് പേടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കോസ്റ്റേ ആവട്ടെ ആ ഒരു റെസ്റ്റ് റൂമിലോട്ടും പോകുന്നുണ്ട്. അവനും ആ ഒരു ടോയ്ലറ്റിന്റെ ഡോറെല്ലാം തുറന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരും തന്നെ കാണാനില്ല. തുടർന്ന് അവിടെ പോലീസ് വന്നിട്ട് നമ്മുടെ കോസ്റ്റേ വെളിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. മേ ബി ഇവർ വരുന്നുള്ള ഒരു പ്ലാൻ ചെയ്ത കാര്യമില്ല തന്നെ അവൻ അറിഞ്ഞിട്ടുണ്ടാവുന്ന രീതിയിൽ പോലീസുകാർ പറയുന്നു. ഇത് കേട്ട് നമ്മുടെ കോസ്റ്റേ ആവട്ടെ ഭയങ്കര ടെൻഷൻ ആവുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിച്ചെന്ന കാര്യം അവനറിയാം, അപ്പോൾ അടുത്ത് കൊല്ലാൻ പോകുന്ന എന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കരധികം ഷൗട്ട് ചെയ്യുന്നു. ദെൻ അടുത്ത ദിവസം ആവട്ടെ ആ ഒരു സ്ഥലത്ത് ഒരു ഫെസ്റ്റിവൽ പോലെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതേ ദിവസം തന്നെയാണ് നമ്മുടെ കോസ്റ്റയുടെ ആർട്ട് ഗാലറിയിൽ എക്സിബിഷൻ നടക്കുന്നത്. അവൻ്റെ ഒരുപാട് പെയിന്റിങ്സ് എല്ലാം വിൽക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവനൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ അവിടെ പോലീസുകാരും പിന്നെ നമ്മുടെ ഇലിയാനെല്ലാം നിൽക്കുന്നുണ്ട്. കോസ്റ്റയെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നതിൽ പുറമെ ആ ഒരു കൊലയാളി പിടിക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഇവർ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അവിടെ ആ ഒരു കൊലയാളി വരികയും അവനെ കണ്ടതും ഇലിയാനെ മറ്റുള്ളവരോട് ഇൻഫോം ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നാലെ തന്നെ പോലീസുകാരും ഇലിയാനെ എല്ലാം ചെല്ലുന്നുണ്ട്. സോ അവിടെ ഒരു ചേസിംഗ് എല്ലാം കാണിക്കുന്നു. അതിനുശേഷമാണ് പോലീസുകാരും ഇനി അവർ അവിടെ ഇരുന്ന സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു കോസ്റ്റയെ ആ ഒരു സ്ഥലം എല്ലാം മാറ്റുന്നുണ്ട്. പോലീസുകാരന് താഴെ അവനെ പിക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവനാവട്ടെ മുകളിൽ സാധനം എല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് മുകളിൽ അവൻ്റെ റൂമിലേക്ക് ഇന്ന പോലെ ആ ഒരു കില്ലർ കടന്നു വരുന്നത്. നമ്മുടെ കോസ്റ്റയും പെട്ടുപോകുന്നു. ആ ഒരു കൊലയാളി ആവട്ടെ അവനെ കൊല്ലാൻ വേണ്ടി കഴുത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ അവൻ്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കോസ്റ്റയും ശ്രമിക്കുന്നു. ശേഷം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അവൻ അടിച്ചിടുന്നു. ശേഷം മുകളിലെ ശബ്ദം കേട്ടിട്ട് താഴെ ഉണ്ടായിരുന്ന പോലീസുകാരന് വേഗം ഓടി മുകളിലോട്ട് കയറുന്നുണ്ട്. മുകളിൽ ചെന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒരേ അടി. അതിനുള്ളിൽ അവിടേക്ക് നമ്മുടെ ഇലിയാനെ വന്നിട്ടുണ്ടാവും. അവൾ അവിടെ എത്തിയുണ്ട് തന്നെ മുകളിൽ നിന്ന് ഒരു ഗൺ ഷോട്ട് സൗണ്ട് കേൾക്കുകയാണ്. ഇത് കേട്ട് ടെൻഷനായിട്ട് ഇവളും വേഗം തന്നെ ഓടി മുകളിലോട്ട് പോകുന്നുണ്ട്. ഇവളും മുകളിൽ ചെന്ന് നോക്കുന്ന സമയത്താണ് ആ ഒരു പോലീസുകാരന് ബുള്ളറ്റ് കയറി അദ്ദേഹം മരിച്ച് താഴെ കിടക്കുന്നുണ്ട്. ഇതേ സമയം ആ ഒരു കില്ലർ ആവട്ടെ നമ്മുടെ കോസ്റ്റയെ തട്ടിക്കൊണ്ട് ആ ഒരു കാറിൽ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. പിന്നാലെ തന്നെ നമ്മുടെ ഇലിയാനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. തുടർന്ന് അവിടെ ഒരു കാർ ചേസിംഗ് സീനെല്ലാം നടക്കുകയാണ്. ദെൻ അതിന്റെ അവസാനമാവുന്ന സമയത്ത് ഒരു ലോറിയിൽ നമ്മുടെ കില്ലറിന്റെ വണ്ടി ഇടിച്ചിട്ട് കില്ലർ അവിടെ വെച്ച് തന്നെ സ്പോട്ട് ഔട്ട്. വണ്ടിയും കില്ലറൊക്കെ നിന്ന് കത്തുക. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു കോസ്റ്റയെ ആവട്ടെ രക്ഷപ്പെട്ട് വെളിയിലോട്ട് വരുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെ ഫൈനലി ആ ഒരു കൊലയാളി മരിച്ചതിനെ തുടർന്ന് എന്തായാലും ഒരു കേസ് തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സമാധാനപ്പെടുന്നു. ഇതിന്റെയൊക്കെ ഇടയിലായിരുന്നു നമ്മുടെ ഇലിയാനെയും കോസ്റ്റയുടെ ഇടയിൽ ഒരു ലവ് റൂട്ട് എല്ലാം പൊക്കോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കേസ് തീർന്നു, ഇവളെന്തായാലും അടുത്ത ദിവസം തന്നെ നാട്ടിലോട്ട് പോകുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് കോസ്റ്റ് നേരെ അവളുടെ അപ്പാർട്ട്മെന്റിലോട്ടൊക്കെ ചെന്നിട്ട് മീറ്റൊക്കെ ചെയ്ത് അവരുടെ ഇടയിൽ കശവിശയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ കേട്ടതിൽ അടുത്ത ഷോട്ടിൽ ആ ഒരു മരിച്ചത് മാർട്ടിൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ആ ഒരു മാർട്ടിന്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടേക്ക് വരുന്ന ഈ ഒരു മുത്തശ്ശിയും ആ ഒരു കണ്ണെല്ലാം നോക്കിയിട്ട് ഇതെന്റെ മകൻ മാർട്ടിൻ അല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. പോലീസുകാർക്ക് ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. ഈ ഒരു മുത്തശ്ശി ആവട്ടെ ശരിയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആ ഒരു ലിഫ്റ്റ് എല്ലാം കയറിയിട്ട് അവിടുന്ന് പോകുന്നു. അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ പിന്നിൽ നിന്നും അമ്മയെന്ന് പറഞ്ഞിട്ട് ഒരു വിളി കേൾക്കുന്നു. യാ മോൻ ഇത് ആരടാപ്പാന്നൊക്കെ പറഞ്ഞിട്ട് ഇവളും തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അത് മാർട്ടിൻ. നമ്മുടെ കോസ്റ്റ് തന്നെയാണ് ഈ പറയുന്ന മാർട്ടിൻ എന്ന് പറയുന്നത്. എനിക്കറിയാം ഇത് നിങ്ങൾ ഭൂരിഭാഗം പേര് ഊഹിച്ചു കാണും, എന്നാലും ഇരിക്കട്ടെ, സാരമില്ല. ചെറുപ്പത്തിലൊക്കെ ഇവന് നല്ല സ്നേഹം കൊടുത്തു. അത് കഴിഞ്ഞിട്ടാവട്ടെ അനിയൻ ജനിക്കുന്നു. അനിയനാവട്ടെ കൂടുതൽ സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവനെ മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളിയാവട്ടെ ഭയങ്കരധികം ഡിപ്രഷൻ അടിച്ച് എൻ്റെ വീട്ടിൽ അപ്പൂൻ്റെ അവസ്ഥയായിപ്പോയി. ഇപ്പോൾ താണ്ടാ ഇവനെ പോലീസിൽ പിടിച്ചു കൊടുക്കാൻ വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സോ എനിക്കും വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ തന്നെ പുള്ളിക്കാരൻ കൊന്നുവിടുന്നു. ഈ ഒരു കൊല്ലുന്ന ആ ഒരു കാഴ്ച നമ്മുടെ ഇല്ലാനെ തന്നെ നേരിട്ട് കാണുന്നു. സോ ഇത്രയും നാളും ഇവൾ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു കൊലയാളിയാണെന്നും അവൻ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം അവൾ തിരിച്ചറിയുന്നു. പുള്ളിക്കാരത്തെ ആ ഒരു ഷോക്കിലാവട്ടെ അവിടെ മയങ്ങിയെല്ലാം വീഴുന്നുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ മാർട്ടിനും അവിടുന്ന് സിമ്പിളായിട്ട് തന്നെ രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു. അവിടെ കിട്ടിയതിൽ ഒരു ട്രെയിനിൽ നമ്മുടെ മാർട്ടിൻ ആവട്ടെ ആ ഒരു സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ട്രെയിനിൽ ഒരാളോട് നല്ല രീതിയിലെല്ലാം സംസാരിച്ച് എന്നിട്ട് അയാളെയും കൊന്ന് അയാളുടെ ഐഡന്റിറ്റി എടുത്ത് തുടർന്ന് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. സോ ഇപ്പൊ നമുക്ക് വരുന്ന ഡൗട്ട് എന്താണെന്നല്ലേ, ഈ മാർട്ടിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച വിധത്തിനുണ്ടല്ലോ ആ ഒരു കൊലയാളിയിൽ നിന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നവൻ ലെവൻ ആരായിരുന്നു? സോ ഈ ഡ്യൂഡ് നമ്മുടെ കോസ്റ്റയ്ക്ക് ഇല്ലീഗലായിട്ട് ഫോട്ടോസ് എല്ലാം സെല്ല് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡീലറായിരുന്നു. അപ്പോൾ നമ്മുടെ കോസ്റ്റ അല്ലെങ്കിൽ മാർട്ടിൻ ഈ ഒരു ഡ്യൂഡിന് കുറച്ച് കാശ് കൊടുക്കാനുണ്ടായിരുന്നു. ആ ഒരു കാശിന് വേണ്ടിയാണ് ഇവന്റെ പിന്നാലെ നമ്മുടെ ഈ ഒരു ഡ്യൂഡ് പൊക്കോണ്ടിരുന്നത്. ഇത്രയും നാളും കൊലകൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മാർട്ടിൻ തന്നെ ഇല്ലാതാകുമെന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഇവനെ നമ്മുടെ ആ ഒരു കോസ്റ്റ യൂസ് ചെയ്തത്. എന്നാൽ കോസ്റ്റയുടെ പ്ലാൻ എവിടെ തെറ്റുന്നതെന്നറിയോ, അവന്റെ അമ്മ വന്നിട്ട് അത് മാർട്ടിൻ അല്ല എന്ന് പറയുന്ന സമയത്താണ്. സോ അവൻ ഇത്രയും നാളും ചെയ്തതെല്ലാം വേസ്റ്റ് ആയിപ്പോയി. ആ ഒരു കരിപ്പിലാണ് പുള്ളിക്കാരൻ സ്വന്തം അമ്മയെ പോലും കൊന്നു കളയുന്നത്. അവിടെ കിട്ടിയാൽ നമ്മുടെ ഇല്ലിയാനെ കാണിക്കുന്നുണ്ട്. അവളാവട്ടെ കൊലകാരന്റെ കൂടെ തന്നെ ഇത്രയും നാൾ നടന്ന് അവന്റെ കൂടെ തന്നെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കേസ് സോൾവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നു. അതിനെ തുടർന്ന് ഇല്ലിയാനെയും അവിടെ ആ ഒരു കാനഡ വിട്ടിട്ട് നേരെ അവളുടെ സ്ഥലത്ത് ചെന്നിട്ട് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ദെൻ അവിടെ നിന്ന് അങ്ങനെ 7 മാസത്തിന് ശേഷം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇല്ലിയാനെ കാണിക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ ഇല്ലിയാനെ ആവട്ടെ 7 മാസം ഗർഭിണിയായിട്ടിരിക്കുക. വയറ്റിൽ വളരുന്ന കൊച്ചു എന്ത് തെറ്റ് ചെയ്തു എന്ന് ഓർത്തിട്ടാണെന്ന് തോന്നുന്നു അവൾ ആ ഒരു കൊച്ചിനെ കൊല്ലാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക്. ഇങ്ങനെ ഇവളുടെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് മാർട്ടിൻ വരികയാണ്, അഥവാ കോസ്റ്റ. അവനെ കണ്ടതും പേടിച്ചുകൊണ്ട് നമ്മുടെ ഇല്ലിയാനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബട്ട് അവളെ നമ്മുടെ മാർട്ടിൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇല്ലിയാനെ ആവട്ടെ ടേബിളിന്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഗണ്ണ് നോക്കുന്നു. ബട്ട് ആ ഒരു ഗണ്ണ് അവിടെ കാണാനില്ല.
പറയാനില്ല. എന്താണെന്നാൽ മാർട്ടിൻ അപ്പോഴേക്കും തന്നെ ആ ഒരു വീട്ടിലുണ്ടായിരുന്ന എല്ലാ ഗൺസും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്റെ ജോലി പോകുന്നതിൽ ഞാനും ഒരു കാരണക്കാരനാണ്, ഐ എം വെരി സോറി. അത് മാത്രമല്ല നിന്റെ ജോലി പോയതിനു ശേഷം നീ ഇങ്ങോട്ട് വന്ന ദിവസം എല്ലാം തന്നെ ഞാൻ നിന്നെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നീ മാസം മാസം ചെക്കപ്പിന് പോകുന്നതും നിന്നെ തേടി ഇതുവരെ ഒരു പോലീസ് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇത്രയും നാൾക്കിടയിൽ നീ വെളിയിൽ ആരെയും വിളിച്ചിട്ടുമില്ല. ഒറ്റയ്ക്ക് നീ ഇങ്ങനെ ഇവിടെ താമസിക്കുകയാണെന്ന് എനിക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു മാർട്ടിൻ പറയുന്നുണ്ട്. അതെല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇത്രയും നാളും ചെയ്ത തെറ്റെല്ലാം ഒന്ന് ക്ഷമിച്ചു വിട്. നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് നമുക്കൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് മാർട്ടിൻ പറയുന്നു. അതിനില്ലാനെ ആവട്ടെ കരഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് സമ്മതമല്ല എന്ന് പറയുന്നു. അതിൽ ടെൻഷൻ ആവുന്ന അവിടെ മാർട്ടിൻ ആവട്ടെ അവളെ എടുത്തിട്ട് അടിച്ചങ്ങ് ടോർച്ചർ ചെയ്യുന്നുണ്ട്. 7 മാസം ഗർഭിണിയല്ലേ, അപ്പോൾ വല്ലാണ്ട് വേദന ഉള്ളതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ പോലും സമ്മതിക്കുന്നു. അപ്പം മാർട്ടിൻ ആവട്ടെ അവനെ ഒന്ന് കിസ് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് അവളും ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ അവനെ ഒന്ന് കിസ് ചെയ്യുന്നു. അതിൽ സാറ്റിസ്ഫൈ ആവാത്ത അവനാവട്ടെ വീണ്ടും ടെൻഷനായിട്ട് അവളെ വീണ്ടും എടുത്തിട്ട് അടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇല്ലാനാവട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്രിക എടുത്തിട്ട് മാർട്ടിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒബ്വിയസ്ലി നമ്മുടെ മാർട്ടിൻ ആവട്ടെ സിമ്പിളായിട്ട് അവളുടെ കയ്യിൽ നിന്നും ആ ഒരു കത്രിക വാങ്ങിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് ആ ഒരു കത്രിക അവളുടെ വയറ്റിലേക്ക് കുത്തി ഇറക്കുന്നു. ആ വേദന സഹിക്കാൻ പറ്റാതെ നിൽക്കുന്ന നമ്മുടെ ഇല്ലാനാവട്ടെ ആ ഒരു ടേബിളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് അവിടെ സൈഡിൽ നമ്മുടെ മാർട്ടിൻ ആവട്ടെ ഒരു കോസിലും ഇല്ലാതെ കൂളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇല്ലാനാവട്ടെ അവളുടെ വയറ്റിൽ കുത്തിയിരുന്ന ആ ഒരു കത്രിക ഊരിയിട്ട് നേരെ മാർട്ടിന്റെ നെഞ്ച് തങ്ങ് കുത്തി ഇറക്കുന്നു. ഇതെങ്ങനെ അവൾ ഊരിയെ, അവളുടെ വയറ്റിൽ നിന്ന് ബ്ലഡ് വരാത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ടാണ് നമ്മുടെ മാർട്ടിൻ ഉള്ളത്. അപ്പോഴാണ് നമ്മുടെ ഇല്ലാനാവട്ടെ അവളുടെ വയറ്റിലുണ്ടായിരുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബെല്ലി ഉണ്ടല്ലോ, സോ ഇങ്ങനെ കിട്ടുമല്ലോ, അപ്പം അത് വാങ്ങിച്ച് അവൾ വെച്ചിട്ട് ഇത്രയും നാൾ അഭിനയിക്കുമായിരുന്നു. ഞാൻ ഈ 7 മാസം ഇത്രയും ചെയ്തത് നീ കാണാൻ വേണ്ടി തന്നെയാണ് എന്ന രീതിയിൽ നമ്മുടെ ഇല്ലാന പറയുന്നു. സോ അവസാനം ഇതാണ് ശരിക്കും സംഭവിച്ചത് എന്ന ഒരു സത്യം തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ മാർട്ടിൻ അങ്ങ് മരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഇല്ലാന ആവട്ടെ അവിടുത്തെ ഒരു ഫോൺ എടുത്തിട്ട് മിഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഹയർ ഒഫീഷ്യൽസിനെ വിളിച്ചു പറയുന്നു. സോ ഇങ്ങനെ ഈ ഒരു ഷോട്ട് കാണിച്ചിട്ടാണ് ഫിലിം അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ തോന്നുന്നു പടം? അത്യാവശ്യം കുഴപ്പമില്ലല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പടം ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇതിനു പുറമെ അവസാനം വരെ ഒരു പിടിയും തരാതെ ട്വിസ്റ്റിന് മേലെ ട്വിസ്റ്റ് തന്ന ഒരു കിടിലൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് 2019 പുറത്തിറങ്ങിയ നൈസ് ഔട്ട്. ആ ഒരു പടം കണ്ടിട്ടില്ലെങ്കിൽ അവിടെ ലിങ്ക് വന്നിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കുക. സോ വീണ്ടും ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.